മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം. നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം. നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം. കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ. കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം. നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം. അഖില ലോകനായകന്റെ പാദപീഠം. തിരുവരങ്ങളൂറി നിൽക്കും ദിവ്യഗേഹം. നിത്യജീവനേകിടുന്ന പുണ്യതീർത്ഥം. വാനദൂതർ പാടിടും മനോജ്ഞഗേഹം. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം. നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ, നിൻ ഗേഹമെത്ര മോഹനം. ആരുമാരും
കേൾക്കാത്ത നവ്യഗാനം, ആരും കാണാത്ത ദിവ്യ സ്വപ്നം, മാരിവില്ലിൻ നിറം ചേർന്ന ചക്രവാളം, താരമാല ചാർത്തിടുന്ന വാനമേഘം. ദൈവമേ നിൻഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻഗേഹമെത്ര മോഹനം. ഇതിനൊക്കെ സ്വോത്രം പറയാറുണ്ടോ? നന്ദി പറഞ്ഞേ. ഇതിനൊക്കെ സ്വോത്രം പറയാറുണ്ടോ? എന്നെ രക്ഷിച്ചത് കൊണ്ട് നന്ദി എന്ന് പറയാറുണ്ടോ? എന്റെ പ്രാണനെ ഹതമപാതാളത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചത് കൊണ്ട് എന്റെ ദൈവത്തിന് നന്ദി എന്ന് ഒരു ദിവസം ഒരിക്കലെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിന്റെ രക്ഷയെ നീ സംശയിക്കണം. രക്ഷിതാവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ഇന്ന് രാത്രി ഒന്നുകൂടെ വിശകലനം ചെയ്യണം. എത്ര പേർക്കത് മനസ്സിലാകുന്നു? അവർ കരമെത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്വോത്രം പറയാ. നിങ്ങൾ ഭാഗ്യമുള്ളവരാ. അമേരിക്കയിൽ ദൈവം നിങ്ങളെ കൊണ്ട്
ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഒരു സ്തോത്രം പറ. ദൈവം വിശ്വസ്തനാണ്. ആദ്യകാലത്ത് ഇവിടെ വന്നവര് അനുഭവിച്ച കഷ്ടത, ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ഇല്ലായ്മയുടെയും കാലത്ത് അവരിവിടെ വന്നപ്പോ അവർക്ക് വേണ്ടി വന്നതല്ല. ഇവിടെ ആരംഭകാലത്ത് വന്നവരെ കുറിച്ച് ഞാൻ പറയാം, അവർക്ക് വേണ്ടി ജീവിച്ചവരല്ല, അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരാണ്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നമായിട്ട് അവരിവിടെ വന്നു, ഭാരമായിട്ട് അവരിവിടെ വന്നു. 2ഉം 3ഉം ഡ്യൂട്ടി ചെയ്തു, കഷ്ടപ്പെട്ടു, ഉറക്കളച്ചു, നിങ്ങളെ അധ്വാനിച്ചുണ്ടാക്കി, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. യോസേഫിനെ പോലെ ദൈവം നിങ്ങളെ അതിനായി ഉപയോഗിച്ചു. ഞാനതിന് സ്തോത്രം പറയുന്നു. ഇന്നത്തെ നിങ്ങളുടെ കഷ്ടതയൊക്കെ ദൈവം മാറ്റി, വേദനയൊക്കെ ദൈവം മാറ്റി. തലമുറകളെ ദൈവം ഡോക്ടേഴ്സ് ആക്കി, തലമുറകളെ ദൈവം എഞ്ചിനീയേഴ്സ് ആക്കി. നിങ്ങൾക്കോ നിങ്ങളുടെ പൂർവികർക്കോ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസം നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവം കൊടുത്തു. നിങ്ങളുടെ ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത നന്മകൾ ഇന്ന് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ദൈവം തന്നു. എല്ലാത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി അറിയണം, ഇവിടുത്തെ വിദ്യാഭ്യാസം ഇവിടം കൊണ്ട് തീരും, ഇവിടുത്തെ സമ്പാദ്യങ്ങൾ ഇവിടം കൊണ്ട് തീരും, ഇവിടുത്തെ ബന്ധങ്ങൾ ഇവിടം കൊണ്ട് തീരും, ഇവിടുത്തെ നേട്ടങ്ങൾ ഇവിടം കൊണ്ട് തീരും, ഇവിടെ കെട്ടിപ്പോക്കുന്നതെല്ലാം ഇവിടം കൊണ്ട് തീരും. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കൾ സ്തോത്രം പറയണം. ഇവിടെ എനിക്ക് തന്നതിനേക്കാൾ എനിക്ക് തന്ന നിത്യ രക്ഷയ്ക്ക് സ്തോത്രം, എനിക്ക് തന്ന രക്ഷിതാവിന് സ്തോത്രം, എനിക്ക് തന്ന ആത്മരക്ഷയ്ക്ക് സ്തോത്രം. എന്റെ പ്രാണനെ അധമബോധത്തിൽ നിന്ന് വിടുവിച്ചതുകൊണ്ട് എന്റെ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് പറയാൻ എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് തയ്യാറായിട്ടുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൊടുത്ത് കാണട്ടെ. കരമേറി ശക്തിയോടെ ഈ രാത്രി സ്തോത്രം പറയോ. ഞാന് മാതിശുമച്ചാനെ കാണാനായിട്ട്, പ്രിയ പിതാവിനെ കാണാനായിട്ടൊന്ന് പോകും. അപ്പോൾ അതിന്റെ പ്രധാന ഉദ്ദേശം അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിക്കാനായി. അവിടെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞു: ദൈവമേ, ആയുസ്സുള്ളപ്പോ, ആരോഗ്യമുള്ളപ്പോ, സുബോധമുള്ളപ്പോ, ചിന്താശേഷിയുള്ളപ്പോ ഞങ്ങളുടെ രക്ഷിതാവിനെ, ഞങ്ങളുടെ രക്ഷയും തിരിച്ചറിയാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം ദൈവം തന്നല്ലോ. അതല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതാ ഭാഗ്യം. അത് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? അത് തിരിച്ചറിയാൻ അവസരം കിട്ടിയില്ല. നിന്റെ ജീവിതത്തിന്റെ ഭാഗ്യമല്ല വിശ്വസിക്കുന്ന ജനങ്ങൾ കൂടി നമ്മളെക്കാൾ വിദ്യാസമ്പന്നർ എത്ര പേരുണ്ട്? നമ്മളെക്കാൾ ജ്ഞാനികൾ എത്ര പേരുണ്ട്? നമ്മളെക്കാൾ ദൈവത്തിന് സ്തോത്രം ബുദ്ധി വൈശിഷ്ട്യമുള്ള എത്രയോ പേരുണ്ട്, ചിന്താശേഷിയുള്ള എത്രയോ പേരുണ്ട്. എന്നാൽ പ്രിയ കർത്താവ് പിതാവിനെ നോക്കി ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. അത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത്, നിന്റെ കൂടപ്പിറപ്പുകൾക്കും രക്തബന്ധങ്ങൾക്കും മറച്ചു വെച്ചത് ഈ ആത്മരക്ഷ ദൈവം നിനക്ക് വെളിപ്പെടുത്തിയില്ലേ? ഇന്ന് രാത്രി കടമടിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിനൊന്ന് നന്ദി പറയുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കടമടിച്ച് ഒരു നിമിഷം കൂടെ ഈ രാത്രി ദൈവത്തെ ആരാധിക്കുക. എന്റെ ദൈവമേ, എനിക്ക് ആത്മരക്ഷ തന്നതിന് ഞാൻ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. എന്റെ ഹൃദയത്തിന്റെ രാത്രി ദൈവസന്നിധിയിൽ പിടച്ചു വികസിക്കും. ദാവീദ് പറയുന്നു: നീ എന്റെ പ്രാണനെ ആദമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പ്രിയ കർത്താവിന്റെ അടുക്കൽ ശിഷ്യന്മാർ ഒരിക്കൽ ചെന്നിട്ട് പറഞ്ഞു: ഗുരു, നിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോയി, ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു. കർത്താവ് പറഞ്ഞു: അതവടക്കം നിൽക്കട്ടെ. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയതിനാൽ തന്നെ സന്തോഷിപ്പിൻ. ദൈവം തരാത്ത ഭൗതിക നന്മയ്ക്ക് ഇന്ന് രാത്രി ദൈവത്തോട് പിറുപിറുക്കണ്ട. ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ആത്മരക്ഷ നിനക്ക് തന്ന ദൈവത്തെ ഇന്ന് രാത്രി തുള്ളിച്ചാടി സ്വന്തം ചെയ്യാൻ ദൈവമക്കൾ മറക്കല്ല് കേട്ടോ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? അവർക്ക് ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദിവസത്തിന്റെ മുമ്പിലായി രാത്രി ഞാൻ നിൽക്കുന്നു. എന്നെ ഒന്ന് കേൾക്കണം കേട്ടോ. അയ്യോ, നമ്മുടെ ആരാധനയ്ക്കൊക്കെ സ്തോത്രം ചെയ്യാൻ
എന്നും പറയുന്നത് ദാവീദ് രാജാവായി. സ്തോത്രം പറ സഹോദരങ്ങളെ. കാത്തിക്കിടന്ന ദാവീദിനെ ദൈവം രാജാവാക്കി നമുക്ക് സ്തോത്രം പറയാം. വേറെ ചെന്ന് പറയുന്നത് ചെങ്കടൽ തുറന്നു. സ്തോത്രം പറഞ്ഞ് മിരിയാന്തപ്പെടുത്ത് കൊട്ടി നമുക്കും കൊട്ട. പുതിയ നിയമ സഭയ്ക്കകത്ത് വന്ന് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ദാവീദ് രാജാവായത് കൊണ്ടല്ല. പുതിയ നിയമ സഭയ്ക്കകത്ത് വന്ന് നാം ദൈവത്തെ ആരാധിക്കുന്നത് ചെങ്കടൽ തുറന്നത് കൊണ്ടല്ല. അതൊക്കെ കേൾക്കാൻ നല്ല കാര്യമാണ്, ദൈവം ചെയ്തതാ. പക്ഷേ ദാവീദ് രാജാവായെന്ന് പറഞ്ഞവര് എന്താ ഈ വാക്യം ഓർക്കാതെ? ദാവീദ് രാജാവായെന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നവരെ ഇതും കൂടെ ഒന്ന് ഓർക്കണ്ടേ. ദാവീദ് ഏറ്റവും അധികം തുള്ളിച്ചാടിയത് രാജാവാക്കിയത് കൊണ്ടല്ലെന്ന്. തുള്ളിച്ചാടിയത് നീ എന്റെ പ്രാണനെ മനസ്സിലാക്കുന്നുണ്ടോ? ചാകാനേരം ഇവിടെ ഇട്ടേച്ചു പോകേണ്ടുന്ന ഭൗതിക നന്മയുടെ അതിപ്രസരണം തലച്ചോറിനകത്ത് കേൾക്കുമ്പോഴാകരുത് വൈകാരികമായി പൊട്ടിത്തെറിച്ച് സ്തോത്രം ചെയ്യാൻ തോന്നുന്നത്. അതിനപ്പുറത്ത് നിത്യ നരകത്തിന്റെ എഴുതിയിരുന്ന ഓമനപുത്രനെ കാൽവരിയിൽ തകർത്ത് ദൈവം എനിക്ക് തന്ന രക്ഷാകര പദ്ധതി വാർത്ത ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേര് രാത്രി തയ്യാറാണ്? അവർക്കായി രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? അവർക്കായി രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നീ എന്റെ പ്രാണനെ, നീ എന്റെ പ്രാണനെ ആദമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. കരമേ ജോലികൾ കൂടി ശക്തിയോടെ സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇനി എനിക്ക് എന്റെ വിഷയം പൂർത്തീകരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ കമ്പി വാചകങ്ങളിൽ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്ന്, അടിയിലത്തെ പാതാളം, അധമപാതാളം. അധമപാതാളത്തിന് പുതിയ നിയമത്തിന്റെ പേരാണ് യാതനാസ്ഥലം. പ്രിയ കർത്താവ് പറഞ്ഞ ഉപമ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സംഭവം ഓർക്കുന്നുണ്ടോ? ധനവാന്റെയും ലാസറിന്റെയും സംഭവം. അതിൽ ധനവാൻ പോയ സ്ഥലമാണ് ഈ യാതനാസ്ഥലം. ദൈവത്തിന്റെ സ്തോത്രം. അതായത് അധമപാതാളം. എന്നാൽ ലാസർ ചെന്നിരുന്ന സ്ഥലമാണ് മുകളിലത്തെ പാതാളം. യഹൂദന്മാർ അക്കാലത്ത് അതിന് പറഞ്ഞ പേരാണ് അബ്രഹാം പിതാവിന്റെ മടി. അത് മുഴുവൻ ഇന്ന് രാത്രി പറയാൻ എന്റെ മുമ്പിൽ സമയമില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ തൊട്ട് ഞാൻ വിടാം. എന്താ മുകളിലത്തെ പാതാളം? അതൊരു താൽക്കാലിക സംവിധാനമാണ്. സ്വർഗത്തിലൊരു പരദീസയുണ്ട്. പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. സഭയില്ലാത്തോടെ വാക്യം വായിപ്പിക്കാത്തത്. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, പരദീസയോളം എടുക്കപ്പെട്ടു. സ്വർഗത്തിൽ ഒരു പരദീസയുണ്ട്. അതിന് പറയുന്ന പേരാണ് സ്വർഗീയ പരദീസ. അതിന്റെ പ്രതിച്ഛായായിരുന്നു ആദിമ ഭൂമിയിലെ പരദീസ. അത് പറയാൻ സമയം പോരാ. ഏതാണ് ആദിമ ഭൂമി? ആദിമ ഭൂമി ദൈവം ദൂതന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭൂമിയാണ്. ആ ഭൂമിയിൽ ഒരു പരദീസയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകൻ ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുക, നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. ആദിമ ഭൂമി, ആദിമ ഭൂമി ദൈവം ദൂതന്മാർക്ക് വേണ്ടി സൃഷ്ടിച്ചു. ആ ഭൂമിയിൽ ഒരു പരദീസയുണ്ടായിരുന്നു. ആ പരദീസയിലാണ് ദൈവം ലൂസിഫറിനെ സംഘാംഗങ്ങളെ മാറ്റിയിരുന്നത്. എന്നാൽ പാപം ചെയ്തപ്പോൾ ആ ഭൂമി പാഴും ശൂന്യവുമായി മാറി. ആ ഭൂമിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു എന്നല്ല, ഭൂമി പാഴും ശൂന്യവും ആയി തീരപ്പെട്ടു. കരമുയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം പറയുക. ആദിമ ദൂതന്മാരുടെ പാപത്താൽ ഭൂമി പാഴും ശൂന്യവുമായി. അത് ഷേപ്പ്ലെസ്സായി, ഫോംലെസ്സായി. ദൈവത്തിന് സ്തോത്രം. തോഹു എന്ന മൂലപദമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അത് ഷേപ്പ്ലെസ്സായി, ഫോംലെസ്സായി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ഭൂമിയിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള തിരുവഴുത്തിന്റെ സന്ദേശം ഇന്ന് രാത്രി ഞാൻ പറയാം. പിശാച് തകർത്തതിനെ പണിയുന്ന പരിപാടിയാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നീയുടെ ചരിത്രം കാണുന്നത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, തകരുന്നതിനെ പണിയുന്ന ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവമെങ്കിൽ ഇന്ന് രാത്രി നീ എത്ര പരിതാപകരമായി തകർന്നാലും നിന്നെ പണിയാൻ ഇന്ന് രാത്രി ദൈവത്തിന് കഴിയുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? അത് മുഴുവൻ പറയാം. ഇന്ന് രാത്രി ഞാൻ സമയമെടുക്കുന്നില്ല. ഉൽപ്പത്തി മുതൽ അത് പറയേണ്ടത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഒരു ഭൂമിയെ ആ ഷേപ്പ്ലെസ്സും ഫോംലെസ്സുമാക്കി പിശാച്
തകർത്തു. എന്നാൽ ദൈവം അതിനെ പുനഃസൃഷ്ടിച്ചു. ഒരു കുടുംബത്തെ തകർത്ത് എന്റെ ദൈവം മാനവ ചരിത്രത്തിൽ പ്രവേശിച്ചു. പക്ഷെ ദൈവം ആ കുടുംബത്തെ പണിതു. ഒരു ഹാബേലിനെ കൊന്ന് ആ സഹോദര വർഗത്തിൽ പിശാച് കയറി. എന്നാൽ ഒരു ശേത്തിനെയും ആ ശേത്തിലൂടെ ഏനോശിനെയും കൊടുത്തുകൊണ്ട് ദൈവം തന്റെ പ്രവൃത്തി പണിതെടുത്തു. ഇന്നു രാത്രി ഞാൻ പറയാം, പിശാച് തകർത്തതിനെ പണിയുന്ന ദൈവമാണ് എന്റെ ദൈവമെങ്കിൽ. എന്റെ തലമുറയെ പിശാച് തകർത്തെങ്കിൽ, എന്റെ കുടുംബത്തെ പിശാച് തകർത്തെങ്കിൽ, എന്റെ ജീവന പങ്കാളിയെ പിശാച് തകർത്തെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, പിശാച് തകർത്തതിനെ കാണുന്നവന്റെ കയ്യിൽ തരാൻ ഈ രാത്രി അനുമതിയുണ്ടെന്ന് ആത്മാവിനോട് പ്രവചനമായി ദൂത് പറയുന്നു. വിശ്വസിക്കുന്ന ദൈവമെങ്കിൽ തലപടിച്ചൊരു നിമിഷങ്ങളെ ഈ രാത്രി ശക്തിയുമായി ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രി പ്രവചനമായി ഈ ദൂത് പറയുന്നു, പിശാച് തകർത്തതിനെ പണിയോ ദൈവത്തിന് മക്കളുണ്ട്. ഈ രാത്രി ഞാൻ ദൈവത്തിന്റെ സ്തോത്രം പറയുന്നു. ആ പുനഃസൃഷ്ടി ഓരോ കലവെടുത്ത് നന്ദിയോടെ നിർത്താൻ സ്തോത്രം പറയുന്നു. ദൈവം മനുഷ്യനെ ആക്കി. ഭൂമിയിലല്ല ദൈവം മനുഷ്യനെ ആക്കിയത്, കിഴക്ക് പർദീസായില്ല. സ്തോത്രം പറയാം. മനുഷ്യനെ ദൈവമാക്കിയത് ഭൂമിയിലല്ല, ദൈവം മനുഷ്യനെ ആക്കിയത് പർദീസായില്ല. അവിടെ ഇരുന്നു കൊണ്ട് മനുഷ്യൻ പാപം ചെയ്തു. പറയാൻ സമയമില്ല. പാപം ചെയ്ത മനുഷ്യനെ പർദീസായിൽ നിന്ന് പുറത്താക്കിയ മനുഷ്യൻ പർദീസായിൽ കയറാതിരിക്കാൻ തിരിയുന്ന വാളുകളുമായി ദൈവം കെരൂബുകളെ കാവൽ നിർത്തി. അങ്ങനെ ദൈവം തിരിയുന്ന ആ വാളുമായി കെരൂബുകളെ കാവൽ നിർത്തുമ്പോ ആദ്യത്തെ മരണം മാനവകുലത്തിൽ നടന്നു. കയീൻ ഹാബേലിനെ കൊന്നു. പാപം ചെയ്തവനെതിരെ പർദീസ അടയപ്പെട്ടു. സ്വർഗീയ പർദീസയും അടയപ്പെട്ടു. ആദ്യത്തെ രക്തസാക്ഷിയുടെ ആദ്യത്തെ കൊലപാതകത്തിലൂടെ കയീൻ ഹാബേലിനെ കൊന്നപ്പോ ഹാബേൽ എന്ന നീതിമാന്റെ ആത്മാവ് വസിക്കാൻ ദൈവം ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കി. അതാണ് പാതാള മുകളിലത്തെ പർദീസ. എത്ര പേർക്കത് മനസ്സിലാക്കുന്നു? അവര് കരവേറി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി സ്തോത്രം പറയാ. ഒരു കാര്യം ഇന്ന് രാത്രി അവിടെ ഒന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ മുന്നോട്ട് പോകാം കേട്ടോ. നരകം ദൈവം ആദ്യം ഉണ്ടാക്കിയില്ല. ദൈവം നരകം എപ്പോഴാണ് ഉണ്ടാക്കിയത്? പിശാച് പാപം ചെയ്തപ്പോഴാ. ലൂസിഫർ പാപം ചെയ്തപ്പോൾ അവന് വേണ്ടി ദൈവം ഒരുക്കിയെന്നറിയാമോ? നരകമാ. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകം. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപിയായ മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയത് മറ്റൊരു നരകമല്ല. പാപിക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് രക്ഷയാണ്. എത്ര പേർക്ക് രാത്രി ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നു? പിശാച് പാപം ചെയ്തപ്പോൾ അവന് വേണ്ടി നരകമാണ് ഒരുക്കിയതെങ്കിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ന്യായമായി ഒരുക്കപ്പെടേണ്ടത് മറ്റൊരു നരകമാണ്. എന്നാൽ പാപം ചെയ്ത മനുഷ്യന് വേണ്ടി മറ്റൊരു നരകമല്ല. പാപിക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് തന്റെ ഓമന പുത്രനെയാണ്. എത്ര പേർക്ക് രാത്രി മനസ്സിലാകുന്നു? അവർ കരവേണ്ടി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്വന്തം പറയുക. ഇന്ന് രാത്രി എന്നെ സ്നേഹിച്ച് എന്റെ ദൈവത്തിന്റെ സ്നേഹമോട് നന്ദി പറയാൻ തയ്യാറുള്ളൂ. കരവേണ്ടി ഒരിക്കൽ കൂടി ശക്തിയോടെ സ്വന്തം പറയാ. അങ്ങനെ മുകളിലത്തെ പർദീസയ്ക്ക് ഞാൻ ഇങ്ങനെ പേര് കൊടുക്കും. 9-10 വരെ എനിക്ക് സമയം തന്നിട്ടുണ്ട്. പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞ് മുന്നോട്ട് വെക്കുക. മുകളിലത്തെ പർദീസ ഒരു താൽക്കാലിക സംവിധാനമായിരുന്നു. ഹാബേലിന്റെ ആത്മാവാണ് അവിടെ വന്നത്. ആരൊക്കെ അവിടെ വന്നു? യാഗം കഴിച്ച് നിയമം ചെയ്ത കോടാനുകോടി പഴയ നിയമത്തിൽ ഭക്തന്മാരുടെ വിശുദ്ധന്മാരുടെ വിശുദ്ധ മതികളുടെ ആത്മാക്കൾ പാതാള പർദീസ മുകളിലത്തെ പർദീസയിലേക്ക് വന്നു. ഇനി യേശുവിന്റെ ക്രൂശീകരണത്തിലേക്ക് നിങ്ങൾ എന്റെ കൂടെ വരണം. എന്റെ രക്ഷിതാവ് ക്രൂശിൽ കിടക്കിയ വലത്തെ കള്ളനാണോ എന്ന് അറിഞ്ഞുകൂടാ, ഇടത്തെ കള്ളനാണോ എന്ന് അറിഞ്ഞുകൂടാ. രക്ഷിക്കപ്പെട്ട കള്ളൻ. ഞാന് പലപ്പോഴും പറയും, അവനെ പോലെ ഭാഗ്യവൻ വേറെ ആരാ ഉള്ളത്? ജീവിച്ചിരുന്നപ്പോ അടിച്ചു പൊളിച്ച് ജീവിച്ചു. മരിക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പാ രക്ഷിതാവിനെ അവന് കിട്ടുന്നത്. മറ്റവനെ പോലെ ഇത്ര അരിഷ്ടം വേറെ ആരാ ഉള്ളത്? രണ്ടുപേർക്കും രക്ഷിതാവിനെ ഒരേ അകലത്തിൽ കിട്ടി. രണ്ടുപേർക്കും ഒരേ അവസരം കിട്ടി. രണ്ടുപേർക്കും ഒരുപോലെ രക്ഷപ്പെടുവാൻ
വേദി ഒരുക്കപ്പെട്ടു. ഒരുവൻ മനഃപൂർവ്വം അതിനെ ഉപേക്ഷയായി വിചാരിച്ചപ്പോൾ ഒരുവൻ അന്ത്യ സമയത്ത്, ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിന്റെ തുടിപ്പ്, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് ഞാൻ പറയാം. ഒരു പാവി നരകത്തിൽ പോകാൻ എന്റെ ദൈവത്തിന് മനസ്സില്ല. മരണക്കിടക്കയിൽ കിടന്ന് ഞെരങ്ങിയാണെങ്കിലും എന്റെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്നവൻ വിളിച്ചു പറഞ്ഞാൽ അവനെയും രക്ഷിക്കാൻ മനസ്സുള്ളൊരു ദൈവമാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവമെങ്കിൽ ആ ദൈവത്തിന് സ്തോത്രം പറയാം. ദൈവത്തിന് സ്തോത്രം പറയാം. ഈ രാത്രി ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പിനെ അവനോട് കർത്താവ് പറയുന്നു, നീ ഇന്ന്, കർത്താവിനോട് പറയുന്നത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ ഓർക്കണേ. കർത്താവ് പറയുന്നത്, എന്തിനാ രാജ്യത്വം പ്രാപിച്ചു വരുന്നേ? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഈ കള്ളന്റെ ആത്മാവുമായി കർത്താവ് പാതാളം മുകളിലത്തെ പറുദീസയിലേക്ക് പോയി. എന്താ അവിടേക്ക് പോകാൻ കാരണം? ശ്രദ്ധിക്കണേ, പാപം ചെയ്ത മനുഷ്യൻ പറുദീസയിൽ കയറാതിരിക്കാൻ ദൈവം തിരിയുന്ന വാളുകളുമായി കെരൂബുകളെ കാവൽ നിർത്തിയിരിക്കുക. ഒന്നാമത്തെ ആദാമിന്റെ പാപത്തിന്റെ ശിക്ഷയായി പറുദീസയിൽ അവൻ കയറാതിരിക്കാൻ വെട്ടാൻ ദൂതന്റെ കയ്യിൽ ദൈവം വാള് കൊടുത്തെങ്കിൽ ദൂതന്റെ കയ്യിലിരിക്കുന്ന വാൾ അതിന്റെ ക്രിയ ചെയ്യണം. സക്കറിയ 13 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. വാളേ എന്റെ പുരുഷന്റെ നേരെ, എന്റെ കൂട്ടാളിയായ പുരുഷന്റെ നേരെ ഉണരുക. ഞാൻ ഈ തയ്യനെ വിട്ടും ആടുകൾ ചിതറിപ്പോകും. എത്ര പേർക്ക് മനസ്സിലാകുന്നു? കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പാപിയായ ഒന്നാമത്തെ ആദാമിനെ വെട്ടാൻ എന്റെ ദൈവം ദൂതനെ ഏൽപ്പിച്ച ന്യായവിധിയുടെ വാൾ എന്റെ രക്ഷിതാവ് ഒടുക്കത്തെ ആദാമായി. ഒന്നാമത്തെ ആദാമും യേശുവിന്റെ പൗലോസ് കൊടുത്തിരിക്കുന്ന പേര് ഒടുക്കത്തെ ആദാം. ഒന്നാമത്തെ ആദാമിന്റെ മേൽ ന്യായമായി വരേണ്ട പാപത്തിന്റെ വാൾ ഒടുക്കത്തെ ആദാമായി എന്റെ രക്ഷിതാവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത്. എത്ര പേർക്ക് സന്തോഷത്തിന്റെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വാൾ അതിന്റെ ക്രിയ ചെയ്തതുകൊണ്ട് ഇനി പറുദീസ അടഞ്ഞില്ല, പറുദീസ തുറക്കുക. സ്വതന്ത്രം പറഞ്ഞേ, അടയപ്പെട്ട പറുദീസ തുറന്നു. എന്താ തുറക്കാൻ കാരണം? എന്റെ രക്ഷിതാവിന്റെ മേൽ ന്യായവിധിയുടെ വാള് വന്നു. രക്ഷിക്കപ്പെട്ട കള്ളന്റെ ആത്മാവുമായി കർത്താവ് പറുദീസയിലേക്ക് ചെന്നു. ആബേൽ മുതൽ കോടാനുകോടി ഭക്തന്മാരുടെ ഭക്തമതികളുടെ ആത്മാക്കളോട് കർത്താവ് പ്രസംഗിച്ചു. ഇന്ന് രാത്രി ഞാൻ വിശദീകരിക്കുന്നില്ല. എന്താ പ്രസംഗിച്ചത്? നിങ്ങൾ ഇനി ഇവിടെ കിടക്കണ്ട. സ്വർഗീയ പറുദീസ നിങ്ങൾക്കെതിരെ അടയപ്പെടാൻ കാരണം പാപമായിരുന്നെങ്കിൽ, പാപിയെ വെട്ടാൻ ദൈവമേൽപ്പിച്ച ന്യായവിധിയുടെ വാളായിരുന്നെങ്കിൽ, ആ പാപത്തിന് ഞാൻ പരിഹാരം വരുത്തി. ആ വാൾ ഞാൻ ഏറ്റെടുത്തു. അടയപ്പെട്ട പറുദീസ നിങ്ങൾക്ക് തുറന്നു എന്ന സത്വർത്തമാനം പറുദീസയിൽ എന്റെ രക്ഷിതാവ് പ്രസംഗിച്ചു. എത്ര പേർക്ക് സന്തോഷത്തിന്റെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി സ്തോത്രം പറയാം. എന്നിട്ട് കോടാനുകോടി, എന്നിട്ട് കോടാനുകോടി ഭക്തന്മാരുടെ ആത്മാക്കളുമായി എന്റെ രക്ഷിതാവ് ഒരു മാർച്ച് നടത്തി. ലേഖനം 4-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അതൊക്കെ മണിക്കൂറുകൾ നിന്ന് പ്രസംഗിക്കേണ്ട വിഷയമാണ്. പക്ഷെ നിസ്താരമായിട്ട് ഞാൻ അതിന് മുതിരുന്നില്ല. കരമേറ്റി ഒരിക്കൽ കൂടി ശക്തിയോടെ രാത്രി നന്ദിയോടെ പാതാള പറുദീസയിൽ വിശ്രമിച്ചിരുന്ന, ഈ മുകളിലത്തെ പാതാളത്തിൽ വിശ്രമിച്ചിരുന്ന കോടാനുകോടി വിശുദ്ധന്മാരുമായി, വിശുദ്ധ മതികളി ആത്മാക്കളുമായി എന്റെ രക്ഷിതാവ് പോകുന്ന രംഗമാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം. ആ രംഗത്താണ് മഗ്ദലക്കാരത്തി മറിയ കർത്താവിനെ തൊടാൻ ചെല്ലുമ്പോൾ പറയുന്നു, എന്നെ തൊടരുത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുക. എന്താ തൊടരുതെന്ന് പറഞ്ഞത്? പിന്നെ തോമാസിനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ തൊട്ടോളാൻ. എന്താ മറിയോട് പറയുന്നത്? തൽമൂദ് പറയുന്ന ഒരു വ്യാഖ്യാനമില്ല. മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആ ആട്ടുകൊറ്റന്മാരുടെ രക്തവുമായി കടന്നു പോകുമ്പോ ഒരു വസ്തുവിനെയും തൊട്ടവൻ അശുദ്ധനാകാൻ പാടില്ല. എന്റെ രക്ഷിതാവ് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെ രക്തവുമായിട്ടല്ല, സ്വന്തം രക്തത്താൽ അതിവിശുദ്ധ സ്ഥലമായ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് കയറിപ്പോകുന്ന യാത്രാമധ്യേ
ശക്തിയോട് പറയുന്നത്, നീ എന്നെ തുടരുത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്റെ സഹോദരങ്ങളെ, വിശുദ്ധ രക്തവുമായി കോടാനുകോടി ഭക്തന്മാരുടെ ഭക്തമതികളുടെ ആത്മാവും ഒക്കെ പോകുന്ന ഉത്തരവാദിത്വമുള്ളൊരു യാത്രയാണെങ്കിലും യാത്ര പാതി വഴിക്ക് നിർത്തി സ്വർഗത്തിൽ പോയി രക്തവും വിശുദ്ധന്മാരുടെ ആത്മാക്കളെയും കാഴ്ചവെച്ചിട്ട് മറിയയുടെ അടുക്കൽ വരാമെന്ന് എന്റെ തമ്പുരാൻ തീരുമാനിച്ചില്ല. ഏങ്ങി മോങ്ങി കരയുന്നൊരു സാധു സ്ത്രീയുടെ കണ്ണുനീരിനു മറികടന്ന് സ്വർഗത്തിലേക്ക് പോകാൻ മനസ്സില്ലാതെ പാതി വഴിക്ക് അവളുടെ അടുക്കൽ വന്ന് അവൾക്ക് തന്നെത്താൻ വെളിപ്പെടുത്തിയവനാ എന്റെ രക്ഷിതാവെങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഈ ബ്രഹ്മാണ്ഡ കലാപത്തിന്റെ സൃഷ്ടാവിനെ നിന്റെ വാരുതിയിൽ നിനക്ക് നിർത്താം. എങ്ങനെ നിർത്താം? നിന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരുകൊണ്ട് അവനെ വാരുതിയിൽ നിർത്താം. ഒരു ഭക്തന്റെ കണ്ണുനീര് കണ്ടിട്ട്, ഒരു ഭക്തമതിയുടെ കണ്ണുനീര് കണ്ടിട്ട് സ്വർഗത്തിന് മറികടന്ന് പോകാൻ പറ്റില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ കോടാനുകോടി ഭക്തന്മാരുടെ കോടാനുകോടി ഭക്തമതികളുടെ ആത്മാക്കളയുമായി 33.5 കൊല്ലങ്ങൾക്ക് ശേഷം അനന്തകോടി ദൂതന്മാരുടെ ആരാധനാ വിഷയമായവൻ, സ്വർഗത്തിന്റെ തിലകമായവൻ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ജൈത്രയാത്രയെ മനോഹരമായ നിലയിൽ സങ്കീർത്തനക്കാരൻ പ്രവചിച്ചിട്ടുണ്ട്. 24-ാം സങ്കീർത്തനം, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനും യുദ്ധവീരനുമായ യഹോവ തന്നെ. എത്രയൊക്കെ മനസ്സിലാകുന്നു? വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകി, തന്നെയുള്ള കഥകളെ ഉയർന്നിരിപ്പി, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനും യുദ്ധവീരനുമായ യഹോവ തന്നെ. ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി ചിന്തിച്ച് നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ച് ദുഷ്ടപിശാചിന്റെ തലയെ തകർത്ത് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി തന്റെ മഹാദൗത്യം പൂർത്തീകരിച്ച് വിജയശ്രീലാളിതനായ ഒരു രാജാവിനെ പോലെ കോടാനുകോടി ഭക്തന്മാരുടെ ഭക്തമതികളുടെ ആത്മാക്കളും തന്റെ വിശുദ്ധ രക്തവുമായി സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോ സ്വർഗത്തിലെ അനന്തകോടി ദൂതന്മാർ അണിനിരന്നുകൊണ്ട് പാടുന്ന പാട്ട, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാനും വീരനും യുദ്ധവീരനുമായ യഹോവ തന്നെ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? അവർക്ക് ഈ രാത്രി സമയം പോയി നിർത്തുക. ഇവരെ സ്വർഗീയ പരദീസയിലോട്ടിരുത്തി. ഒന്ന് സ്വോത്രം പറഞ്ഞു. ഇന്ന് രാത്രി ഇത്രയും കേട്ടു. ഇതേ പറയാൻ നിവൃത്തിയുള്ളൂ. ഇന്ന് മരിക്കുന്നവരാരും അധോലോക പരദീസയിലേക്ക് പോകുന്നില്ല. ഇന്ന് മരിക്കുന്നവരെല്ലാം സ്വർഗീയ പരദീസയിലേക്ക് പോകുന്നു. സ്വോത്രം പറ. ഇന്ന് ആരും ലാസർ പോയടത്തോട്ട് പോകുന്നില്ല. അവിടെ ശൂന്യ. ഇന്ന് പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ലാസർ പോയടത്തോട്ടല്ല പോകുന്നത്. പൗലോസ് പറയുന്നത് ഫിലിപ്പിലേഖനം 1:20 വിട്ടുപിരിഞ്ഞാൽ. ഒന്ന് സ്വോത്രം പറ. വിട്ടുപിരിഞ്ഞാൽ ലാസറിനോട് കൂടെയല്ല, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. ക്രിസ്തു ഇരിക്കുന്ന 3-ാം സ്വർഗത്തിൽ ഇമ്പങ്ങളുടെ പരദീസയിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ഭക്തന്റെ ആത്മാവ് വിശ്രമത്തിനായി പോകുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ സന്തോഷത്തോട് ഉറപ്പുണ്ട്? അവർ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ഈ രാത്രി സ്വോത്രം പറയാൻ പോലെ ഈ സ്വോത്രം മതിയോ? ശബ്ദം ഉയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി തൽക്കാലത്തേക്ക് ഞാനിവിടെ നിർത്തുകയാണ്. നമ്മുടെ ശുശ്രൂഷ പൂർത്തീകരിച്ച് ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് ഈ മണ്ണിൽ നമ്മുടെ കണ്ണടയ്ക്കുമ്പോൾ എന്റെ രക്ഷിതാവും എന്റെ നിത്യതയുമെന്ന് പറയാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മനസ്സാക്ഷിയിൽ ആക്ഷേപമില്ലാതെ അത് പറയാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി കഴിയും?
കരമുയർത്തി നദിയോട് സ്വത്രം പറയാമോ? ശബ്ദമുയർത്തി ഇന്ന് രാത്രി ദൈവത്തിന് സ്വത്രം പറയാ. ഒരു കാര്യം കൂടെ ചോദിച്ച് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. മരിച്ചു കിടക്കുമ്പോ വരുന്നവരെന്ന് പറയുന്നത് വിഷയമല്ല. സ്വത്രം പറ. അവരെന്തും പറയും, നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല. വഴിയെ പോകുന്നവരാണ് അച്ഛൻ നല്ലാന്ന് പറയും. സ്വത്രം പറ. പക്ഷേ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് പറയുന്ന ഭംഗിവാക്കുകൾ എനിക്കും വേണ്ട. ജീവിച്ചിരിക്കുന്ന സമയം ദൈവത്തെ ഭയപ്പെട്ട് നിത്യതയെ സ്നേഹിച്ച് എൻ്റെ ആത്മീക ഉത്തരവാദിത്തങ്ങളോട് കൂറു പുലർത്തി ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് എൻ്റെ ശുശ്രൂഷ നിവർത്തിച്ച് എന്റെ ജീവനുദ്ദേശം നിവർത്തിച്ച് മരണത്താൽ ഈ മണ്ണിൽ നിന്നും അറിയുമ്പോൾ എന്റെ രക്ഷിതാവിന്റെ കരതലത്തിൽ പരദീസയിലേക്ക് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി അതിന് കൃപ തരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി എത്ര പേര് ഇവിടെ ഉണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്വത്രം പറയുന്നു. കാരണം അടിച്ച് ഒരു നിമിഷം കൂടി രാത്രി ദൈവത്തെ ആരാധിക്കാൻ അവരുടെ കാര്യം അടിച്ച് ഒരു നിമിഷം കൂടെ ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ ആരാധിക്കുക. ദൈവം നിത്യതയുടെ ഉറപ്പിനായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാം. ദയവായി പ്ലാനും പോകരുത്. നാളെ ഞായറാഴ്ച ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി എഴുന്നേൽക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും ഏകാഗ്രമാകട്ടെ. മരണഭയമില്ലാത്തൊരു ജീവിതം എനിക്ക് തരണമെന്ന് ദൈവത്തോട് പറയാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി മരണഭയത്താൽ വേട്ടയാടപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മരണഭയത്തിന്റെ ആത്മാവിനെ ഞാൻ ഇതിനകത്തുനിന്ന് കൂട്ടിയിറക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഒരു നിമിഷം ദൈവത്തിന് സ്വതന്ത്രം ചെയ്യാതെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവെന്ന് അവരോട് പറയുന്നു. മരണഭയത്താൽ വേട്ടയാടപ്പെടുന്ന ചിലർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ഈ ആരാധനയുടെ നടുവിൽ അപൈശാചിക വ്യാപാരത്തെ ഇന്ന് രാത്രി നമ്മൾ അഴിക്കുന്നു, അകറ്റ് പൊട്ടിക്കുന്നു. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നു? അവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെ വിടേ. എനിക്ക് ശരിക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ ചോദിക്കുന്നു. ഇന്ന് രാത്രി ആയുസ് തികഞ്ഞാൽ നിത്യത എവിടെയാണെന്ന് ഉറപ്പുണ്ടോ? എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റേ ഒരിക്കൽ നമ്മുടെ ആയുസ് തികയും. നമ്മുടെ ആയുസ് തികയും. നമ്മൾ മടങ്ങി പോകേണ്ടി വരും. ഇന്ന് രാത്രി പറ, ദൈവമേ, ഇവിടെ കെട്ടിപ്പൊക്കുന്നതിനേക്കാൾ, ഇവിടത്തെ കാര്യത്തിന് വേണ്ടി പരക്കം പായുന്നതിനേക്കാൾ കർത്താവേ, ഇന്നു രാത്രി എന്റെ തലയ്ക്ക് മുകളിലൊരു നിത്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് എനിക്ക് സർവ്വലോകത്തേക്കാൾ വിലപിടിപ്പുള്ള ആത്മാവുണ്ടെന്ന് അറിഞ്ഞ് കർത്താവേ, ഇന്ന് രാത്രി നിത്യതയ്ക്കായി ഒരുങ്ങാനൊരു മനസ്സെനിക്ക് തരണേ. എന്റെ സഹോദരങ്ങളെ, വല്ലാത്തൊരു തലമുറയായില്ലേ. നിത്യതയുടെ ദർശനം നഷ്ടപ്പെട്ടൊരു തലമുറ, നശിച്ചു പോകുന്ന ഭൗതിക നന്മയ്ക്ക് വേണ്ടി സകല മൂല്യവും മറന്ന് മനുഷ്യൻ പരക്കം പായുന്നൊരു തലമുറ, അതിനുപോലമായി ചൂട്ടുപിടിക്കുന്ന സന്ദേശങ്ങൾ. എന്നാൽ അതിന്റെ നടുവിൽ വ്യത്യസ്തമായ ഒരു സന്ദേശം, നിത്യതയുടെ സന്ദേശം. എന്റെ തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയുണ്ടെന്നുള്ള ബോധ്യം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വിളിച്ചു പറയുന്നു. അതിനു മുമ്പിൽ വിധേയപ്പെടാൻ എത്ര പേര് തയ്യാറാണ്? അവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ കണ്ണുകളും മുകളിലേക്ക് ഉയർത്തി, എല്ലാ കണ്ണുകളും ഉയർത്തിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് പറയുന്നു, ഏതു വിധേനയെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിച്ചു കൊള്ളേണം എന്ന് വിചാരിച്ചു. ഇതെല്ലാം ഞാൻ സഹിക്കുക, ക്ഷമിക്കുക,
സഹിക്കേ. കണ്ടില്ലെന്ന് വെക്ക്, കേട്ടില്ലെന്ന് വെക്ക്. ക്ഷമ ചോദിക്കേണ്ടതാണെങ്കിൽ ക്ഷമ ചോദിക്കേ. വിട്ടുവീഴ്ച ചെയ്യേണ്ടതാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യേ. നീ ക്ഷമിച്ചാൽ ആ പ്രശ്നം തീരുമെങ്കിൽ അത് ക്ഷമിക്കേ. നീ ക്ഷമിച്ചാൽ ആ സഭ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ ഇന്ന് രാത്രി അതിന് തയ്യാറാകെ. അത് മനുഷ്യനെ ബോധ്യപ്പെടുത്താനല്ല, എന്റെ നിത്യതയെ സ്നേഹിക്കുന്നത് കൊണ്ട്, യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഈ മണ്ണിൽ എന്റെ കണ്ണടയുന്നു, എനിക്ക് എന്റെ നിത്യത എന്ന് പറയണം, എനിക്ക് എന്റെ രക്ഷിതാവ് എന്ന് പറയണം. നഷ്ടപ്പെടുത്താൻ എനിക്ക് സമയമില്ല, നഷ്ടപ്പെടുത്താൻ എനിക്ക് അവസരമില്ല. ഒറ്റ ജീവിതമേ എനിക്ക് ഭൂമിയുള്ളൂ. അതിന്റെ കാലം എനിക്ക് എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിക്കുന്നത് ക്രിസ്തുവിനായി, മരിക്കുന്നെങ്കിൽ ലാഭം എന്ന് പറയാൻ ഇന്ന് രാത്രി കഴിയട്ടെ. കണ്ണുകളോട് നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം ഉയർത്തിരിക്കണം. എന്റെ ദൈവമേ, പ്രസംഗിച്ച എന്നെയും പ്രസംഗം കേട്ട ഞങ്ങളെ എല്ലാവരെയും രാത്രി ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. ലോകത്തിന്റെ നേട്ടങ്ങൾ നൈവശീകമാണ്. വിശ്വാസത്താൽ മോശത്താൽ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു. ഇസ്രായേലിലെ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെട്ടു നിരസിച്ചു. ക്രിസ്തുവിന്റെ നിന്ന വിലയേറിയ ധനമെന്ന് കഥാവെ ഇന്നു രാത്രി മോശ എന്ന മനുഷ്യന് പാപത്തിന്റെ സകല സാഹചര്യങ്ങളും ഫറവോന്റെ കൊട്ടാരത്തിന് അനുകൂലമായിരുന്നിട്ടും ലോകപ്രകാരം നേട്ടങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നിട്ടും അവൻ തിരിച്ചറിഞ്ഞു പാപത്തിന്റെ സുഖങ്ങൾ, ലോകത്തിന്റെ നേട്ടങ്ങൾ കണ്ണടച്ചാൽ തീരുന്നതാണ്. എന്നാൽ കണ്ണടച്ച ശേഷം നിത്യമായൊരു നിത്യതയുണ്ട്. ആ നിത്യതയായിരുന്നു മോശയുടെ അകത്ത്. ഫറവോന്റെ കൊട്ടാരത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ കത്തിക്കയറിയ ദർശനമെങ്കിൽ ഈ വല്ലാത്ത കാലഘട്ടത്തിൽ പാപത്തിന്റെ സകല വശീകരണ ശക്തികളും പ്രബലമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് രാത്രി അതിനെ ജയിക്കാൻ ഞങ്ങളെ പ്രാപ്തമാക്കുന്ന ആ നിത്യതയുടെ ദർശനം ഞങ്ങളുടെ അകത്തു തരണമേ. ഞങ്ങളുടെ തലമുറയുടെ അകത്തു തരണമേ. ഞങ്ങളുടെ സഹോദരങ്ങളുടെ അകത്തു തരണമേ. ഇന്ന് രാത്രി നിത്യതയെ സ്നേഹിച്ച് ഇവിടെ നിന്ന് കടന്നു പോകുവാൻ ഞങ്ങൾക്ക് ബന്ധിതരെ വിടുവിക്കണം. പ്രഭുതോടി പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കണ്ണുകളൊക്കെ രണ്ട് പ്രാവശ്യം കൂടെ ഹല്ലേലൂയ പറയാം. എല്ലാവരും ദൈവം ഇവിടെ കയറി വരുവിനെന്ന ദൈവ ശബ്ദം കേ അതിനു വേണ്ടി ഉണർന്നു നീയൊരുങ്ങുന്നുവോ? ഇവിടെ അതിനു വേണ്ടി ഉണർന്നു നീയൊരുങ്ങിടുന്നുവോ? ഓ യേശുവായുന്നേ, പൊന്നേശുവായുന്നേ, വരവിനാക്കാൻ പതിനാം പോലെ ഒരുങ്ങിടുന്നുവോ? Yeah.
നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കർത്തദാസിലൂടെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ ലോകത്ത് നമ്മളെല്ലാം നേടിയെന്ന് പറഞ്ഞാലും നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ മരിച്ച ഉയർത്തുന്നില്ലെങ്കിൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും പ്രിയമുള്ളവരെ? ഈ ലോകത്ത് അനേക കാര്യങ്ങൾ ചരതിച്ച് കൂട്ടി വെക്കുന്നു. അത് ആർക്കാകും? നമ്മുടെ സ്വന്തം ആത്മാവ് നഷ്ടമായി പോയാൽ നമ്മൾ എന്തെടുക്കും? ഹല്ലേലൂയ. ശ്രേഷ്ഠമായ നമ്മുടെ ആത്മാവിനെ നഷ്ടമാക്കി കളയാതെ, അല്പകാലത്തേക്കുള്ള നമ്മുടെ ആയുസ്സിനെ നഷ്ടമാക്കി കളയാതെ നിത്യതയിൽ കാണുവാൻ തക്കവണ്ണം പ്രവർത്തിക്കാൻ പ്രിയമുള്ളതിന്റെ ആഹ്വാനമാണല്ലോ കേട്ടത്. ഹല്ലേലൂയ. നശിച്ചു പോകുന്നു നിലനിൽക്കാത്തതുമായ ലോകത്തിന് വേണ്ടിയല്ല നമ്മൾ അധ്വാനിക്കേണ്ടത്. അതൊക്കെ താൽക്കാലികമാണ്. അത് വേണം ഒരു പരിധി വരെ. അതിനപ്പുറത്ത് നിത്യതയിൽ എത്തിക്കുന്ന ദൈവസ്നേഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കുവാൻ തക്കണം. കർത്താവേ, ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ദാസനെ അഭിഷേകം ചെയ്ത വചനം കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബലപ്പെട്ടിട്ട് നാളെ വൈകിട്ടും കൃത്യം 6 ഇവിടെ മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും കടന്നു വരിക, മറ്റൊരു കൂട്ടിക്കൊണ്ടുവരിക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സഹോദരി സഭകളിൽ നിന്ന് കടന്നു വന്ന കർത്തദാസന്മാരെ, വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് കൃപ കൂടിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവദാസൻ ജെയിംസിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ശാരീരികലായിരിക്കുന്നല്ലോ, സൗഖ്യത്തോടെ ആക്കി തീർക്കണമേ എന്ന് നമുക്ക് ഏത് പ്രയാസമാണെങ്കിലും കർത്താവ് വിടിപ്പാൻ കഴിയും. ദീർഘവീക്ഷണത്തോടെ ആരംഭിക്കാൻ ശുശ്രൂഷ പിന്നെയും തുടർന്നു കൊണ്ടുപോകാൻ കർത്താവിന്റെ വരവ് താമസിച്ചാല് അതിന് വേണ്ടി നേതൃത്വം കൊടുക്കാൻ സഹായിക്കണമേ. നമ്മുടെ മധ്യത്തിൽ നേതൃത്വം കൊടുക്കുക ചാണ്ടി പാസ്റ്റർ കുടുംബത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ, അധ്യാപകരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപ കൂടിക്കട്ടെ. നമ്മളെല്ലാം പ്രാർത്ഥിച്ചോടിക്കുമ്പോൾ കർത്താവ് ദാസ കെ ജെ ജോസഫ് അപ്പച്ചൻ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. കർത്താവിന്റെ കൃപ. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പരിശുദ്ധമുള്ള പാദപീഠത്തിൽ അടുത്ത് വന്ന് ആരാധിപ്പാൻ ഈ ദിവസത്തിന്റെ സന്ധ്യായാമത്ത് ഏഴുകൾക്ക് നൽകിയ അനുഗ്രഹത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഇരുവരവും മൂവരവും എവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നു വരാമെന്നുള്ള അവിടുത്തെ വാഗ്ദത്തം ഇന്ന് നിറവേറ്റി ഞങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ സിംഹാസനത്തിന്റെ മുൻപാകെ ഞങ്ങൾക്ക് ഇരിപ്പാൻ കൃപ നൽകിയല്ലോ. അവിടുത്തെ മഹത്വമുള്ള വചനം ഞങ്ങൾക്ക് കേൾക്കുവാൻ കൃപ നൽകിയല്ലോ. കർത്താവേ, നിന്റെ വചനത്തിന്റെ മുൻപിൽ ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാനും വചനപ്രകാരം ഞങ്ങൾ സ്ഫുടം ചെയ്യുവാനും ആവശ്യമായ ശുദ്ധീകരണം പ്രാപിപ്പാനും ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ എന്നങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനപ്രകാരം ഞങ്ങൾ പ്രത്യാശയെ പുതുക്കുന്നവരായി ദിനത്തോറും ഇരിപ്പാൻ കൃപ തരണമേ എന്നങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ യോബിന്റെ ജീവിതം എത്ര ശ്രേഷ്ഠമായിരുന്നു, എത്ര പരിതാപകരമായിരുന്നു. എന്നാൽ യോബ് തന്റെ ജീവിതത്തിൽ പ്രത്യാശ വെച്ചിരുന്ന അതേ ദൈവത്തിന്റെ സന്നിധിയെ മറന്നു കളവാൻ ഇടയാകാതെ ഏത് കഷ്ടത്തിന്റെ മുൻപിലും യോബ് നിലനിന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തെയും ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങളുടെ മുൻപിൽ നിലനിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതേ ആദാമിനെ നഷ്ടപ്പെട്ടു പോയ പറുദീസ, പാപം നിമിത്തം അതേ നഷ്ടപ്പെട്ടു പോയ പറുദീസ ദൈവമേ തിരികെ തരുവാൻ ദൈവത്തിന്റെ പുത്രൻ ഈ താണലോകത്തിൽ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. കാൽവരി ക്രൂശിൽ മരണം ആസ്വദിച്ചു. കാൽവരി ക്രൂശിൽ തന്റെ ജീവൻ നൽകി, ഞങ്ങൾക്ക് രക്ഷ നൽകി. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും,
ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും.